ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനു വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്പൈഡർ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി നമ്മളൊരു പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരട്ടകളിലൊക്കെ നമ്മൾ ചെടികൾ സെറ്റ് ചെയ്യാറുണ്ട്. ആ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല ബുഷിയായിട്ട് വരുന്ന, നല്ല ഹെൽത്തി ആയിട്ട്, അതേപോലെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ചെടികളുടെ പ്രത്യേകത, നമ്മൾ ചെറിയൊരു തൈ നട്ടു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് വളർന്നു വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. കാണുന്നതാണ് ഇതിൻ്റെ തൈകൾ. കുറേ തൈകളുണ്ടാവും. നമ്മൾ ഇതിൽ തന്നെ കുറേ സ്പ്രെഡ് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ 5-6 തൈകൾ ഈ ഒരു ചെറിയൊരു കട്ടിങ്ങിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തൈകൾ നമ്മൾ ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മളൊരു നാളികേരത്തിൻ്റെ ഇതേപോലെ ചിരട്ട മുകൾ ഭാഗം തുറന്നിട്ട് അത് ഹാങ്ങിങ് ആയി മാറ്റി അതിലാണ് ഈ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇത് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലിൽ മണ്ണ് നിറച്ച് സെറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ അഗ്ലോണിമയും ഫേൺ ചെടികളൊക്കെ ഇതേപോലെ ചിരട്ടകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫിലോഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സ്പൈഡർ പ്ലാന്റിനും കൂടി സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചിരട്ടകളാണ്. ഇതേപോലെ തേങ്ങയുടെ മുകൾ ഭാഗം ഹോളുകൾ ഉണ്ടാക്കി കഴിഞ്ഞ വർഷമാണ് സെറ്റ് വെച്ചായിരുന്നു. അപ്പം ഇതിലേക്ക് നമ്മൾ സ്പൈഡർ പ്ലാന്റ് വയ്ക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ വയറാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കയർ കൊണ്ട് കെട്ടി ഇതേപോലെ ഹാങ്ങിങ് പോട്ട് സെറ്റ് ചെയ്താൽ മതി. അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ കട്ടിങ്ങുകളാക്കി എടുക്കുകയാണ് ചെടി. മണ്ണും കൊണ്ട് നീക്കിയാൽ മതി. ഇതേപോലെ നിറയെ കിഴങ്ങുകളായിട്ട് കിട്ടും. ഇത് ഓരോന്നും നമുക്ക് പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ ചിരട്ടയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് ഹാങ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് പുതിയ ലീഫുകളൊക്കെ വന്നൊന്ന് പറഞ്ഞ് ഇതേപോലെ നല്ല ബുഷായിക്കോളും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ചിലവില്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പോട്ടാണിത്. നമ്മൾ കേടുവന്ന തേങ്ങകളുടെ മുകൾ ഭാഗം ഇതേപോലെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് അതിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് തരത്തിലെ ചെടികളൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.